സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, കാർഡിയാക് സിസ്റ്റമാണ്, കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ് നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ ECGനെ കുറിച്ചും അതുപോലെ തന്നെ ഹാർട്ടിലുള്ള ബ്ലഡിൻ്റെ പാത്വേ, ഡബിൾ സർക്കുലേഷൻ, അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിലെ തന്നെ ഒരു പ്രത്യേക ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ റിതമിക് ആണ്. അതായത് ഫുൾ ടൈം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്താ പറയുക, മരിക്കുന്നത് വരെ നമുക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹാർട്ട് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എന്താ പറയുക, ബോഡിയിലുള്ള ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മോട്ടർ ആണെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹാർട്ടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അതിന് എന്തുണ്ട്, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത് ഈ ഓട്ടോ റിതമിസിറ്റി എന്ന് പറയുന്നത്. അതായത് അതിന് സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസിന്റെ ആവശ്യം എന്തിനില്ല, ഹാർട്ടിന് ഇല്ല. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഓട്ടോറിതമിസിറ്റി. ആ ഒരു ഓട്ടോറിതമിസിറ്റി പ്രോപ്പർട്ടി ഈ ഹാർട്ടിന് കൊടുക്കുന്ന ചില പ്രത്യേകതരം കണ്ടക്ഷൻ സിസ്റ്റംസ് ആരിലുണ്ട്, ഹാർട്ടിലുണ്ട്. അപ്പൊ ഹാർട്ടിന്റെ പമ്പിങ് മെക്കാനിസം എഫക്റ്റീവ് ആകുന്ന, ഹാർട്ടിനെ പമ്പിങ്ങിന് വേണ്ടി സഹായിക്കുന്ന നമ്മുടെ ഹാർട്ടിലുള്ള പ്രത്യേകതരം ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ the cardiac conduction systems are made up of special type of myocardial fibers അല്ലെങ്കിൽ myocardial cells. myocardial fibers പ്രത്യേക തരം myocardial fibers അല്ലെങ്കിൽ myocardial cells. നമ്മുടെ സാധാരണ myocardial fibers പോലെ ചില സ്പെഷ്യലൈസ്ഡ് myocardial സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ പ്രത്യേക തരം ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം is a specialized network of modified myocardial cells that generate and distribute the electrical impulses throughout the heart. This autorhythmic system coordinates the atrial and ventricular contractions to maximize the pumping efficiency. അപ്പോൾ atrial contractionനും അതുപോലെ തന്നെ ventricular contractionനും എന്താ ചെയ്യുന്നത്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പ്രത്യേക തരം എന്താണ്, ഈ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിലെ പമ്പിങ് സിസ്റ്റം അത്രയും എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ വരുന്ന കണ്ടൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാ വരുന്നത്, ആദ്യം തന്നെ വരുന്നതാണ് നമ്മുടെ SA നോഡ് അല്ലെങ്കിൽ സൈനോ ആട്രിയൽ നോഡ്. അതിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസ്, ഹാർട്ടിന്റെ ആ ഒരു ഓട്ടോറിതമിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ മെയിനായിട്ടും ജനറേറ്റ് ചെയ്യുന്നത് ഈ SA നോഡാണ്. സോ SA നോഡ് ഈസ് കോൾഡ് ആസ് ദി പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ പേസ് മേക്കർ എന്നാണ് SA നോഡ് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് AV നോഡ്, അതുപോലെ തന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. എന്തൊക്കെയാണ് വരുന്നത്, SA നോഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്, AV നോഡ്, അതുപോലെ തന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഇവരെവിടേക്കാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്നൊരു ചിത്രം കണ്ടു വന്നാൽ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഹാർട്ടിൽ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്കൊരു പിക്ചർ കണ്ട് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പർക്കിഞ്ചെ ഫൈബേഴ്സ്, ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിൽ നോക്കാം. അപ്പൊ ആദ്യം കണ്ടോ, ഒരു സുപ്പീരിയർ വീനക്കാവ്, ബ്ലൂ കളർ ആയിട്ടുള്ള മേജർ വെസലാണത്. സുപ്പീരിയർ വീനക്കാവയാണ് റൈറ്റ് ആട്രിയത്തിന്റെ ഏറ്റവും അപ്പർ എൻഡില് കണ്ടോ, ഏറ്റവും അപ്പർ എൻഡില് സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, SA നോഡ് എന്ന് പറയുന്നത്. പിന്നെന്ത് വരുന്നുണ്ട്, SA നോഡിൽ നിന്നും ഒരുപാട് എന്താണ് ചെറിയ ചെറിയ ബണ്ടിൽസ് വരുന്നുണ്ട്, ഫൈബേഴ്സ് വരുന്ന കണ്ടോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ ഇന്റർനോഡൽ പാത്വേസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ഇന്റർനോഡൽ പാത്വേസ്. ഓക്കെ, ഇന്റർനോഡൽ പാത്വേസ് എന്ത് ചെയ്യുന്നു, മൊത്തം റൈറ്റ് ആട്രിയത്തിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ
ബണ്ടിൽസ്, അതായത് എന്താ പറയുക, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ സ്പ്രെഡിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ നിന്നും വേറൊരു, അതായത് എസ് എ നോഡിൽ നിന്നും വേറെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഒരു ബണ്ടിൽ പോകുന്നത് കണ്ടോ, അതിന്റെ പേരാണ് നമ്മുടെ ബാച്ച്മാൻസ് ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബാച്ച്മാൻ ബണ്ടിൽ അല്ലെങ്കിൽ ഇന്റർ ആട്രിയൽ ബണ്ടിൽ എന്ന് വിളിക്കും. അപ്പൊ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പോകുന്നതാണ് ബാച്ച്മാൻ ബണ്ടിൽ അല്ലെങ്കിൽ എന്ത്, ഇന്റർ ആട്രിയൽ ബണ്ടിൽ. അപ്പൊ എസ് എ നോഡിൽ നിന്നും പിന്നെ എവിടേക്ക് വന്നു? എസ് എ നോഡിന്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്? സുപ്പീരിയർ വീന കാവയുടെ എൻട്രൻസിന്റെ തൊട്ട് താഴെയായിട്ട് അപ്പോമോസ്റ്റ് പോയിന്റ് ഓഫ് റൈറ്റ് ആട്രിയത്തിലാണ് എന്തിരിക്കുന്നത്? എസ് എ നോഡ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. എന്താ വിളിക്കുക? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അതിൽ നിന്ന് എന്ത് വരുന്നു? ഇന്റർനോഡൽ ഫൈബേഴ്സ് വരുന്നു. മൊത്തം ആട്രിയൽ മസ്കുലേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു? ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്പ്രെഡിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പോകുന്ന എസ് എ നോഡിന്റെ ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ബാച്ച്മാൻസ് ബണ്ടിൽ. അത് കഴിഞ്ഞ് താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് നമ്മുടെ എന്താണ്, ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ പോയിന്റിലായിട്ട്, ലോവർ മോസ്റ്റ് പോയിന്റിലായിട്ട്, അതായത് ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ ഒക്കെ മുകളിലായിട്ട് ഇരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആ ആട്രിയോ വെൻട്രിക്കുലർ നോഡ് അല്ലെങ്കിൽ എ വി നോഡ്. അതിനെ കണക്ട്, അതായത് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴിയാണ്, എസ് എ നോഡിൽ നിന്ന് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എ വി നോഡിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നത്. എവിടെ ഇരിക്കുന്ന എ വി നോഡ്? എബവ് ദ ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെങ്കിൽ ലോവർ എൻഡ് ഓഫ് എന്താണ്, ഈ എന്താണ്, ഇന്റർ ആട്രിയൽ സെപ്റ്റം. അവിടെയാണ് എന്തിരിക്കുന്നത്? എ വി നോഡ് ഇരിക്കുന്നത്. എ വി നോഡ് നോക്കാം. എ വി നോഡിൽ നിന്നും താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അതായത് ഇന്റർ ആട്രിയൽ സെപ്റ്റം കടന്ന് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് വരുന്നതാണ് നമ്മുടെ ആട്രിയോ വെൻട്രിക്കുലർ എന്താ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ്. എന്താണ്? ആട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്നും വരുന്ന ഒരു ബ്രാഞ്ച് നോക്കുക. ഇന്റർ ആട്രിയൽ സെപ്റ്റവും കടന്ന്, ഇന്റർ ആട്രിയൽ അല്ല, ആട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റവും കടന്ന് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് വരുന്ന ആ ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ആട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ്. പിന്നീട് എന്ത് ചെയ്യുന്നു? ബണ്ടിൽ ഓഫ് ഹിസ് രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോക്കുക. എന്തൊക്കെയായിട്ടാണ്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കൂടെ പോകുന്ന രണ്ട് ഡിവൈഡഡ് ബ്രാഞ്ചസ് ആയിട്ട് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ഉണ്ട്, പിന്നെന്തുണ്ട്? ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും ഉണ്ട്. എന്തും വരുന്നുണ്ട്? റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റാണ് കേട്ടോ. പർക്കിഞ്ചിയ ഫൈബേഴ്സിനെ കൊണ്ടാണ് അവർ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും ഉണ്ട്, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ഉണ്ട്. അങ്ങനെ രണ്ട് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് റൺസ് ത്രൂ ദ എന്താണ്, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ അപ്പെക്സ് വഴി എന്ത് ചെയ്യുന്നു? ഇത് റൺ ചെയ്യുന്നു. എന്നിട്ട് എന്താ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് പിന്നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു? പെർക്കിഞ്ചിയ ഫൈബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ദാറ്റ് എന്താണ്? റൺസ് അലോങ് ദ എൻറ്റയർ വെൻട്രിക്കുലർ മസ്കുലേച്ചർ. എൻറ്റയർ വെൻട്രിക്കുലർ മസ്കുലേച്ചർ വഴി പോകുന്ന പെർക്കിഞ്ചിയ ഫൈബേഴ്സ് ആയിട്ട് റൺ ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പൊ ചിത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമ്മള് PPT കണ്ടു. PPTയിൽ നമ്മൾ കണ്ടായിരുന്നു എങ്ങനെയാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു തട്ടിക്കൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് നേരത്തെ കണ്ടു, അതായത് സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന്റെ അവിടെ ആയിട്ട്, റൈറ്റ് ആയിട്ട് സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ എസ് എ നോഡ് ഇരിക്കുന്നത്. എസ് എ നോഡിൽ നിന്നും വരുന്ന ഈ ബ്രാഞ്ചസ് കണ്ടോ, ഈ ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർനോഡൽ ഫൈബേഴ്സ് എന്ന് പറയും. ആ ഇന്റർനോഡൽ ഫൈബേഴ്സ് എവിടെയാ വരുന്നത്? നമ്മുടെ എന്താണ്, ആട്രിയോ ലെഫ്റ്റ് ആട്രിയം റൈറ്റ് ആട്രിയം ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ ഏറ്റവും ലോവർ പോയിന്റിലായിട്ട് ആരിയ്ക്കുന്നുണ്ട്? എ വി നോഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എസ് എ നോഡ് എവിടെയാ വരുന്നത്? സുപ്പീരിയർ വീനക് അവയുടെ ഓപ്പണിങ്ങിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ എസ് എ നോഡ് കാണപ്പെടുന്നത്. എസ് എ നോഡിന് ശേഷമാണ് പിന്നെന്ത്? ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ താഴെയായിട്ട് ലോവസ്റ്റ് പോയിന്റ് ബോട്ടമിലായിട്ട് എന്തുണ്ട്? എ വി നോഡ് വരുന്നുണ്ട്. ആ എ വി നോഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്യുന്നതാണ് എസ് എ നോഡ്, എ വി നോഡ്. പിന്നെ ഇവിടെ നിന്നൊരു വേറൊരു ബ്രാഞ്ചും കൂടി പോകുന്നുണ്ട്. ഇന്റർനോഡൽ ഫൈബേഴ്സ് പോലെ തന്നെ റൈറ്റ് ആട്രിയത്തിൽ നിന്നും വേറൊരു ബ്രാഞ്ച് എങ്ങോട്ടും പോകുന്നുണ്ട്? ലെഫ്റ്റ് ആട്രിയത്തിലോട്ടും പോകുന്നുണ്ട്. അത് ബാച്ച്മാൻസ് ഫൈബേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബാച്ച്മാൻസ് ബണ്ടിൽസ് എന്ന് വിളിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പോകുന്നത്. അപ്പൊ എന്താണ്? എസ് എ നോഡ് ഉണ്ട്, സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. റൈറ്റ് ആട്രിയത്തിൽ സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന് താഴെ. അത് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എവിടേക്ക് പോകുന്നു?
AV നോഡ് അതെവിടെ ഇരിക്കുന്നത്? ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ ഏറ്റവും ബോട്ടം പോയിന്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് വേറൊരു ബാച്ച് ഇതും കൂടി വരുന്നുണ്ട്, ബാച്ച് ഓഫ് ഒരു ബണ്ടിലും കൂടി വരുന്നുണ്ട്. അതാണെന്ത്? ബാച്ച്മാൻസ് ബണ്ടിൽ എന്ന് പറയുന്നത്. ബണ്ടിൽ ഓഫ് ബാച്ച്മാൻസ് എന്ന് പറയും. അതാണ് എന്തിനു സഹായിക്കുന്നത്? ലെഫ്റ്റ് ആട്രിയത്തിന്റെ കൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്നത്. അത് കഴിഞ്ഞ് AV നോഡിൽ നിന്നും വരുന്നതാണ് എന്ത്? ഇവിടെ ഒരു ബണ്ടിൽ കണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയും. അതായത് ഇന്റർവെൻട്രിക്കുലാർ മറ്റേ ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ അവിടെ കൂടെ ഇങ്ങനെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ AV സെപ്റ്റത്തിനെ ക്രോസ് ചെയ്ത്, ആട്രിയോവെൻട്രിക്കുലാർ സെപ്റ്റത്തിനെ ക്രോസ് ചെയ്ത് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ കൂടെ പോകുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് ബണ്ടിൽസിനെ പറയുന്ന പേരാണെന്ത്? ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് പിന്നീട് എന്ത് ചെയ്യുന്നു? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് പിന്നെ എന്ത് ചെയ്യുന്നു? ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം വഴി ഇങ്ങനെ പോയിട്ട് നമ്മുടെ വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ ചുറ്റും ചെറിയ ചെറിയ മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ടുള്ള പെർക്കിഞ്ചെ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. ഇതാണ് ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം വഴി പോയിട്ട് നമ്മുടെ വെൻട്രിക്കുലർ മയോകാർഡിയത്തിൽ ചെറിയ ചെറിയ പെർക്കിഞ്ചെ ഫൈബേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ പെർക്കിഞ്ചെ ഫൈബേഴ്സ് ആണ് വെൻട്രിക്കുലർ കൺട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് SA നോഡ്? SA നോഡിൽ നിന്നും വരുന്നതാണ് എന്ത്? ഇന്റർനോഡൽ ഫൈബേഴ്സ്. അതുവഴി AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. അവിടെ നിന്ന് എന്താണ്? വെൻട്രിക്കുലർ മസ്കുലേച്ചറിൽ ഫുൾ ആയിട്ട് മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ടുള്ള എന്ത് വരുന്നു? പെർക്കിഞ്ചെ ഫൈബേഴ്സ് വരുന്നു. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നേരത്തെ കണ്ട ചിത്രം ഒന്ന് ഓർത്ത് നോക്കുക. അതും ഇതും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മൾ ഓരോ എന്താ പറയാ ഇതിന്റെ എങ്ങനെയാ ലൊക്കേഷൻ വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവര് ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എന്നുള്ള SA നോഡിന്റെ ആയാലും AV നോഡിന്റെ ആയാലും ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ പ്രൈമറി പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ SA നോഡാണ് അറിയപ്പെടുന്നത്. ചീഫ് ഇമ്പൾസ് ജനറേഷൻ സെന്റർ എന്ന് പറയുന്നത് ആരാണ്? SA നോഡാണ് അറിയപ്പെടുന്നത്. അപ്പൊ SA നോഡ് എവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. എവിടെ ഇരിക്കുന്നത്? അതായത് റൈറ്റ് ആട്രിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പർ പോർഷൻ ഓഫ് റൈറ്റ് ആട്രിയത്തില് ബിലോ ദ ഓപ്പണിംഗ് ഓഫ് സുപ്പീരിയർ വീനക്കാവ. സുപ്പീരിയർ വീനക്കാവയുടെ എൻട്രൻസിന്, സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിങ്ങിന് തൊട്ട് താഴെയായിട്ടാണ് ആരിയിരിക്കുന്നത്? SA നോഡ് ഇരിക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രൈമറി പേസ് മേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ പ്രൈമറി പേസ് മേക്കർ എന്ന് പറയുന്നത് ആരാണ്? SA നോഡാണ്. എന്തുകൊണ്ടാണ് SA നോഡിനെ പ്രൈമറി പേസ് മേക്കർ എന്ന് പറയുന്നത്? ഇറ്റ് ജനറേറ്റ്സ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസ്, spontaneously generate the electrical impulse as the primary pacemaker. It spontaneously generates the electrical impulse and sets up the heart rate at 60 to 100. നമ്മുടെ ഹാർട്ട് റേറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ SA നോഡാണ്. ഇറ്റ് ഈസ് ദ പ്രൈമറി എന്താണ്? It is the primary pacemaker and sets up the heart rate at 60 to 100 beats per minute. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ SA നോഡിന്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ നമ്മുടെ സാധാരണ മയോകാർഡിയൽ ഫൈബേഴ്സ് പോലെയുള്ള അതിനെക്കാട്ടും കൂടുതലാണ്. അതായത് ഇതിന്റെ 60 to 100 വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്താണ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ് ഇതിൽ വരുന്നത്, SA നോഡിൽ വരുന്നത്. അപ്പൊ ചെറിയൊരു സ്റ്റിമുലസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഒരു എന്താണ് ഈ ഫൈബേഴ്സിന് അല്ലെങ്കിൽ ബാക്കി ഒരു കോമ്പണൻസിന് എന്ത് വരുന്നില്ല? ഇത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ വരുന്നില്ല. അത് SA നോഡിന് മാത്രമാണ് അത്രയും അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ വരുന്നത്. ആ ഒരു അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാം? ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഈ SA നോഡ് ആണ്. നമ്മൾ അവിടെയുള്ള എന്താ പറയാ അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിനെ, ഈ SA നോഡിൽ കാണപ്പെടുന്ന ആ ഒരു അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ണി കറൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫണ്ണി കറൻസ് എന്ന് വിളിക്കും. ആ ഒരു അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ കാരണം ആണെന്ത് അതിന് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി ഒരു കോമ്പണൻസിനും അങ്ങനെ ഒരു
അൺസ്റ്റേബിൾ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത്രയും അൺസ്റ്റേബിൾ ആയ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആർക്കേ വരുന്നുള്ളൂ? എസ് എ നോഡിനെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എസ് എ നോഡിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പോണ്ടേനിയസ് ആയിട്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എസ് എ നോഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാർട്ട് ബീറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ആ ഒരു റെസ്റ്റിംഗ് മെമ്പറൈൻ അത്രയും പെട്ടെന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എസ് എ നോഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? ആ എസ് എ നോഡ് വഴി ഇമ്പൾസസ്, അതായത് ഇന്റർനോഡൽ ഇതുവഴി ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എസ് എ നോഡിൽ കൂടെ എന്ത് ചെയ്യും? ഇമ്പൾസസ് കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ബാറ്റ്സ്മാൻ ബണ്ടിൽസ് ആണത്. ബണ്ടിൽ ഓഫ് ബാറ്റ്സ്മാൻ എന്ന് പറയും. ഇത് റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഒരു ബണ്ടിൽ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് പോകുന്ന കണ്ടോ, അതാണ് എന്തെന്ന് പറയുന്നത്? ബാറ്റ്സ്മാൻ ബണ്ടിൽ. അപ്പോൾ എസ് എ നോഡ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും, ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എന്ത് ചെയ്യും? അത് ബാക്കി പോർഷൻസിലേക്കും എ വി നോഡിലേക്കും എത്തുവാണ് അല്ലേ? ബാക്കി ഹാർട്ടിന്റെ ബാക്കി എന്താ പറയാ ഫുൾ ആട്രിയത്തിലോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് ആട്രിയത്തോട്ടും അതുപോലെ തന്നെ എ വി നോഡിലേക്കും എത്തിക്കുന്നതാണ് എന്ത്? ഇന്റർനോഡൽ ഫൈബേഴ്സ് എന്ന് പറയും. ഇന്റർനോഡൽ ഫൈബേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? എസ് എ നോഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ എങ്ങോട്ട് എത്തിക്കുന്നു? ഈ എ വി നോഡിലേക്കും അതുപോലെ തന്നെ ബാക്കി ആട്രിയത്തിന്റെ മസ്കുലേച്ചറിലേക്ക് എത്തിക്കുന്നു. ഇറ്റ് ലീഡ്സ് ടു ആട്രിയൽ ഡീപോളറൈസേഷൻ. മൊത്തം ആട്രിയത്തിന്റെ ഡീപോളറൈസേഷൻ, ഈ ആട്രിയൽ കൺട്രാക്ഷന് എന്ത് ചെയ്യുന്നു? എസ് എ നോഡിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്താൽ അതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ atrial impulse, the impulse is generated in the SA node, spreads from the SA node via the internodal fibers into both atria and it leads to എന്താണ്? ആട്രിയൽ ഡീപോളറൈസേഷൻ. ആട്രിയൽ ഡീപോളറൈസേഷന് കാരണമാകുന്നു, ഒരു ആട്രിയൽ കൺട്രാക്ഷന് കാരണമാകുന്നു. അങ്ങനെ ആട്രിയൽ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കാർഡിയാക് സൈക്കിൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലായി. അങ്ങനെ ആട്രിയൽ ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ ബ്ലഡ് എങ്ങോട്ട് പമ്പാവും? വെൻട്രിക്കിൾസിലോട്ട് പമ്പാവും. അപ്പൊ നമ്മളത് കാർഡിയാക് സൈക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലായി. ഇപ്പൊ ഇത്ര മനസ്സിലാക്കി, എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും, ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴിയും ഈ എന്താ പറയുക ബാറ്റ്സ്മാൻ ഫൈബേഴ്സ് വഴിയും രണ്ട് ആട്രിയത്തിലോട്ട് ആട്രിയൽ മസ്കുലേച്ചറിൽ മൊത്തം എന്ത് ചെയ്യും? ഈ ഇമ്പൾസ് സ്പ്രെഡ് ആവുകയും ആട്രിയൽ ഡീപോളറൈസേഷന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ആട്രിയം കൺട്രാക്ട് ചെയ്യും. ആട്രിയം കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് എങ്ങോട്ട് പമ്പാവും? നമ്മുടെ വെൻട്രിക്കിൾസിലോട്ട് പമ്പാവുകയും ചെയ്യും. പിന്നെ എന്ത് പറഞ്ഞു? ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എ വി നോഡിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അപ്പൊ എ വി നോഡ് എന്ന് പറഞ്ഞാൽ ദ സിഗ്നൽ റീച്ചസ് ദ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ്. എ വി നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിയോ വെൻട്രിക്കുലാർ നോഡിനെയാണ് എ വി നോഡ് എന്ന് വിളിക്കുന്നത്. എവിടെയായിരിക്കുന്നത്? ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ മോസ്റ്റ് പോയിന്റിൽ, അതായത് വാൽവുകൾക്ക് ഏതാണ്ട് തൊട്ട് മുകളിലായിട്ട് ആണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഈ ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഇരിക്കുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ ഇന്റർ ആട്രിയൽ സെപ്റ്റം. ഇവിടെ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്, അതായത് എ വി നോഡൽ ഡിലേ എന്ന് പറയും. അതായത് ഈ ഇമ്പൾസ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് എ വി നോഡിൽ വെച്ചിട്ട് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് ആ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് വെൻട്രിക്കുലാർ മസ്കുലേച്ചറിലേക്ക് ആ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 0.1 സെക്കൻഡോളം ഡിലേ വരും. എത്ര ഡിലേ വരുന്നുണ്ട്? 0.1 സെക്കൻഡ്. ഒരു 0.1 സെക്കൻഡോളം എ വി നോഡിൽ, അപ്പൊ ഇന്റർനോഡൽ എസ് എ നോഡിൽ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എങ്ങോട്ടെത്തി? ആട്രിയൽ മസ്കുലേച്ചറിലേക്കും പിന്നെ എ വി നോഡിലേക്ക്, ആട്രിയോ വെൻട്രിക്കുലാർ നോഡിലേക്കും എത്തി. ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് എവിടെ ഇരിക്കുന്നത്? ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ മോസ്റ്റ് പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് അപ്പൊ തന്നെ ട്രാൻസ്മിറ്റ് ആവത്തില്ല. അവിടെ വെച്ച് ഒരു ഡിലേ വരും. ഒരു 0.1 സെക്കൻഡ് നേരത്തേക്ക് അവിടെ വെച്ച് ഇമ്പൾസ് എന്താവും? എ വി നോഡില് ഡിലേ ആവും. അപ്പൊ ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്? എ വി നോഡൽ ഡിലേ. അപ്പൊ എന്താണ് ഈ എ വി നോഡൽ ഡിലേയുടെ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ പറഞ്ഞു? ആട്രിയം കൺട്രാക്ട് ചെയ്യുന്നു, ആട്രിയം കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് എവിടേക്ക് പമ്പ് ചെയ്യും? വെൻട്രിക്കിൾസിലോട്ട് പമ്പ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വെൻട്രിക്കിൾസിലോട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിൾസ് കംപ്ലീറ്റ്ലി ബ്ലഡ് വെച്ച് ഫില്ല് ആവാനായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഫില്ല് ആവണല്ലോ, ബ്ലഡ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആവണം. അപ്പോൾ ആ ബ്ലഡ് ഫില്ലിങ് വെൻട്രിക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എ വി നോഡൽ ഡിലേ. അതായത് എ വി നോഡിൽ വെച്ചിട്ട് ഒരു 0.1 സെക്കൻഡ്സ് എന്ത് ചെയ്യും? ഈ ഇമ്പൾസിനെ ഡിലേ ചെയ്ത് നിൽക്കും ഫോർ ദി കംപ്ലീറ്റ് വെൻട്രിക്കുലാർ ഫില്ലിങ്. ആട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് വെൻട്രിക്കിൾസിലേക്ക് എംപ്റ്റി ചെയ്യാൻ, വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എ വി നോഡൽ ഡിലേ. 0.1 സെക്കൻഡിന്റെ എ വി നോഡൽ ഡിലേ. ഇനി എന്ത് ചെയ്യും? എ വി നോഡൽ ഡിലേ അതാണ് എന്ത്? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് കിടക്കും. ഒരു 0.1 സെക്കൻഡിന്റെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡായി ഫില്ലായി പിന്നെ അത് എവിടേക്ക് വരുന്നു? നമ്മുടെ
ബണ്ടിൽ ഓഫ് ഹിസിലോട്ട് വരും. അപ്പൊ ബണ്ടിൽ ഓഫ് ഹിസ് എവിടെയാ വരുന്നത്? ഈ ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഇങ്ങനെ കടന്ന് അത് ക്രോസ് ചെയ്ത് ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ അവിടേക്ക് വരുന്ന ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കുന്നത്. ഫ്രം ദ AV node the impulse enters the bundle of His or atrioventricular bundle, the only electrical connection between the atria and the ventricle. ആട്രിയയുടെയും വെൻട്രിക്കിളുടെയും ഇടയിലുള്ള ഏക കണക്ഷൻ പോയിന്റ് ആണ് ഈ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ദ ബണ്ടിൽ ഓഫ് ഹിസ് പിന്നീട് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡ്സ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഈ ആട്രിയോ വെൻട്രിക്കിൾ, അതായത് ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെങ്കിൽ ആട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. റണ്ണിങ് ഡൗൺ ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. ഏതിൽ കൂടെ പോകുന്നത്? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കൂടെ പോകുന്നു. അപ്പൊ എന്താണ്? ദ ഇമ്പൾസ് ഫ്രം ദ AV node റീച്ചസ് ദ ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ആട്രിയ ആൻഡ് ദ വെൻട്രിക്കിൾ. എന്നിട്ട് അത് എന്തായി ഡിവൈഡ് ചെയ്യും? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് റൺസ് അലോങ് ദി ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം വഴി പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ അപ്പെക്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അത് മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ടുള്ള പെർക്കിഞ്ചെ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. ഇപ്പൊ ബണ്ടിൽ ഓഫ് ഹിസിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ കിടക്കുന്നത്? നമ്മുടെ മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ടുള്ള പെർക്കിഞ്ചെ ഫൈബേഴ്സ്. അപ്പൊ പെർക്കിഞ്ചെ ഫൈബേഴ്സിൽ എന്താ ഉണ്ടാവുന്നത്? ദ ബണ്ടിൽ ബ്രാഞ്ചസ് ഡിസ്ട്രിബ്യൂട്ട് ഇൻ ടു Purkinje fibers which rapidly spread the signal upward through the ventricular myocardium. അങ്ങനെ ഈ ഇമ്പൾസ് ബണ്ടിൽ ഓഫ് ഹിസ് വഴി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിലോട്ട് എത്തി. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ നിന്നും ഈ മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ടുള്ള പെർക്കിഞ്ചെ ഫൈബേഴ്സിലേക്ക് എത്തും. പെർക്കിഞ്ചെ ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ മസ്കുലേച്ചറിൽ മൊത്തം സ്പ്രെഡായി കിടക്കുന്നതാണ് എന്ത്? പെർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഈ വന്ന ഇമ്പൾസ് മൊത്തം വെൻട്രിക്കുലർ മയോകാർഡിയത്തിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ വെൻട്രിക്കുലർ മയോകാർഡിയത്തിലേക്ക് സ്പ്രെഡ് ആയി എന്ത് ചെയ്യും? വെൻട്രിക്കിൾ കൺട്രാക്ട്സ്. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ സംഭവിക്കുന്നു. പിന്നെ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നു. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് എങ്ങോട്ട് പമ്പ് ആവും? നമ്മുടെ സെമിലൂണ വാൽവ്സ് ഓപ്പൺ ആയിട്ട് അയോട്ടയിലേക്കും പൾമണറി ആർട്ടറിയിലേക്കും എന്താണ്? ബ്ലഡ് പമ്പ് ആവും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം. അപ്പൊ എങ്ങനെയാ വരുന്നത്? എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ആവും. ഇന്റർനോഡ് അതെന്ത് ചെയ്യും? ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി ഫുൾ ആർട്ടറിയൽ മസ്കുലേച്ചർ, അതുകൊണ്ട് ബാച്ച്മാൻസ് ബണ്ടിൽസ് വഴി ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് സ്പ്രെഡ് ആയി എന്ത് നടന്നു? ആട്രിയൽ സിസ്റ്റോളി അല്ലെങ്കിൽ ആട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ആട്രിയൽ കൺട്രാക്ഷൻ നടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെൻട്രിക്കിൾസിലോട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത്? ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി എവിടെ എത്തുന്നുണ്ട്? AV നോഡിലേക്ക് എത്തും. ആട്രിയോ വെൻട്രിക്കുലർ നോഡിലേക്ക് എത്തും. അത് എവിടെ ഇരിക്കുന്നത്? ഇന്റർ ആട്രിയൽ സെപ്റ്റത്തിന്റെ ലോവർ മോസ്റ്റ് പോയിന്റ് ആണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ഒരു 0.1 സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇമ്പൾസ് ഡിലേ ആവുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വെൻട്രിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ആട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് വെച്ച് ഫില്ല് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു 0.1 സെക്കൻഡ് അവിടെ ഇമ്പൾസ് ഡിലേ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് AV നോഡിൽ നിന്ന് എങ്ങോട്ട് പോകും? ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് പോകും. ഏക ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആട്രിയൻ വെൻട്രിക്കിൾ ആണെന്ത്? ഈ ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് പിന്നെ ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് മാറും. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? പെർക്കിഞ്ചെ ഫൈബേഴ്സിലോട്ട് പോകും. എങ്ങോട്ട് പോകും? പെർക്കിഞ്ചെ ഫൈബേഴ്സിലോട്ട് പോകും. പർക്കിഞ്ചെ ഫൈബേഴ്സ് ബണ്ടിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്താണ്? ഫുൾ വെൻട്രിക്കുലർ മയോകാർഡിയത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ എന്ത് ചെയ്യും? വെൻട്രിക്കുലർ ആക്ഷൻ പൊട്ടൻഷ്യൽസ് എസ്എനോഡിലുണ്ടായ ആക്ഷൻ പൊട്ടൻഷ്യൽ വെൻട്രിക്കുലർ മയോകാർഡിയത്തിലോട്ട് എത്തും. വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. ലീഡിങ് ടു എവിടേക്ക് വിടും? ഈ ബ്ലഡ് നമ്മുടെ അയോർട്ടയിലോട്ടും പൾമണറി ആർട്ടറി, നേരത്തെ കണ്ട പോലെ തന്നെ അയോർട്ടയിലോട്ടും പൾമണറി ആർട്ടറിയിലോട്ടും എന്ത് ചെയ്യും? ഈ ബ്ലഡ് പമ്പ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ഉണ്ട്. വീഡിയോ തന്നെ ഗിഫ് വീഡിയോ ആണ്. എന്നാ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്കത് ഒന്നും കൂടി, അതായത് നമുക്ക് ആ മനസ്സിൽ ആ ഒരു പിക്ചർ നിൽക്കാൻ വേണ്ടി നമുക്കൊന്നും കൂടി ആ ഒരു ഗിഫ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. ഇപ്പൊ സൈനോആട്രിയൽ നോട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത്? അത് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി AV നോഡിലേക്കും അതുപോലെ തന്നെ എന്താണ് ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിഞ്ചെ ഫൈബേഴ്സ് അതൊക്കെ വഴി ബാക്കി ഹാർട്ടിന്റെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതും അതുപോലെ തന്നെ എന്താണ് ആട്രിയൽ കൺട്രാക്ഷനും വെൻട്രിക്കുലർ കൺട്രാക്ഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആ ഗിഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഭയങ്കര സ്പീഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. എന്നാലും കണ്ടു നോക്കാം. നല്ല രസമാണ് അത് കാണാനായിട്ട്. ആ ഒരു ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണാൻ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും അതിന്റെ ഫലമായിട്ട് നടക്കുന്ന നമ്മുടെ ഹാർട്ടിന്റെ കൺട്രാക്ഷൻ കാണാനായിട്ട് നല്ലൊരു രസമാണ്. ഈ ഒരു
പാത്വേ, അതായത് എങ്ങനെയാ വരുന്നത്, SA നോഡിൽ നിന്ന് ഇന്റർനോഡൽ ഫൈബേഴ്സ് വഴി AV നോഡ്, അവിടെ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ്, അതുപോലെ തന്നെ അവിടെ നിന്ന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പെർക്കിൻജെ ഫൈബേഴ്സ്, ഇവര് വഴിയിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. എക്സാംസിന് സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. എക്സാംസിൽ ചോദിക്കാറുണ്ട് എന്താണ് AV നോഡൽ ഡിലേ ഒക്കെ ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് നോക്കി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും വീഡിയോ കണ്ടു നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് കാർഡിയാക് സൈക്കിൾ ആണ് വരുന്നത്. കാർഡിയാക് സൈക്കിള്, അതായത് അട്രിയോ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, അതൊക്കെയാണ് ഇനി എന്തിൽ വരാൻ പോകുന്നത്, ഇനി അടുത്തൊരു ഇതിൽ വരാൻ പോകണം. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കണ്ടക്ഷൻ സിസ്റ്റം നല്ല രീതിക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ ആദ്യം എടുത്തത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായത് ബ്ലഡ് ഫ്ലോന്റെ പാത്തും കണ്ടക്ഷൻ സിസ്റ്റവും മനസ്സിലായി കഴിഞ്ഞാൽ കാർഡിയാക് സൈക്കിൾ പിന്നെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം അതായത് കാർഡിയാക് സൈക്കിൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 2 വീഡിയോസ് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇനി അടുത്ത കാർഡിയാക് സൈക്കിൾ ആയിട്ട് കാണുന്നവരെ നിങ്ങൾ എല്ലാവരും നന്നായിരുന്നു പഠിക്കുക, നന്നായി റെസ്റ്റ് എടുക്കുക. ഓക്കെ, ബൈ.